ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോവയിലെ അഗോഡ ഫോർട്ടിൻ്റെ മുന്നിലാണ്. ഗായ്സ്, അങ്ങനെ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇനി അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ലൊരു ഗാർഡൻ ഏരിയ ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഗാർഡൻ ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും നമുക്കവിടെ കാണാൻ സാധിക്കത്തില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ സ്ഥലം. ഗോവയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് എന്നതിലുപരി എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, ഗോവയിലേക്ക് വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ഒരു സീസൺ ടൈമിൽ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ കരുതിയേക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നല്ലൊരു ചൂടും വെയിലും ഇവിടെ ഉണ്ട്. കാരണം നമ്മുടെ ശരീരമൊക്കെ ടാൻ ആവാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. അപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ നമ്മൾ കരുതിയിരുന്നാൽ വലുതായിട്ട് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാതെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഫോർട്ടിന്. ഗോവ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗോവയിൽ വന്നിട്ട് നമ്മൾ അഗോഡ ഫോർട്ട് കാണാതെ പോയാൽ അതൊരു മോശമല്ലേ? എത്ര വെയിലുണ്ടെങ്കിലും ചൂടുണ്ടെങ്കിലും ഇവിടെ നല്ല രീതിക്ക് ടൂറിസ്റ്റ് വരുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. ഗായ്സ്, അങ്ങനെ കയറി നമ്മൾ അഗോഡ ഫോർട്ടിൻ്റെ മുകളിലെത്തി. ഗൈസ്, അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് കടൽ, ഒരു രക്ഷയില്ല ഗായ്സ്. ഈ കാണുന്ന വഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറി വന്നത്. ഈ ഫോർട്ടിന് ചുറ്റും സത്യം പറഞ്ഞാൽ മൊത്തം കടല. അതിനനുസരിച്ചുള്ള വ്യൂ ഉണ്ട്, അത് വേറെ കാര്യം. നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഈ രീതിക്കുള്ളൊരു കൺസ്ട്രക്ഷൻ എങ്ങനെ അവർ ചെയ്തെടുത്തു, എത്ര സമയം കൊണ്ട് ചെയ്തെടുത്തു എന്ന് നോക്കുമ്പോൾ അത്ഭുതമാണ്. ഗായ്സ്, ഏകദേശം 411 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു കോട്ടയ്ക്ക്. സത്യം പറഞ്ഞാൽ ആൾക്കാർ ഈ ഒരു ഫോർട്ട് കാണാനൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഏകദേശം 4 മണിയൊക്കെ ആവും. 4 മണി വൈകുന്നേരം സമയമാവും. കാരണം എന്ന് വെച്ചാൽ ആ സമയത്താകുമ്പോൾ വെയിലൊക്കെ കുറവുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല ഉച്ച സമയമാണ്. അപ്പോൾ അതിൻ്റേതായ വെയിലും ഉണ്ട്. പിന്നെ ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കയ്യിൽ വെള്ളം കരുതി വയ്ക്കുക. ഗായ്സ്, ഇതാണ് ഇവിടെ നിന്നുള്ളൊരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അവിടെ നിന്ന് കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കാരണം കുറച്ചും കൂടി നല്ല വൈഡ് വ്യൂ ഉണ്ട്. ഗായ്സ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വ്യൂ, നല്ല കാറ്റ്, നല്ല ചൂട്, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഗായ്സ്, പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിലേ വീഴും കേട്ടോ. ഞാനും തെറ്റി വീഴാൻ പോയി. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വീണ്. അപ്പോൾ പിടിച്ച് നോക്കി ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ട് എന്തൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാനാണ് പോകണേ നമ്മൾ. എന്തൊരു സംഭവം, അതോട് കയറാൻ പറ്റില്ലേ? വെയിൽ കൊണ്ട് തളർന്ന് ഗായ്സ്. അങ്ങനെ കുറച്ച് നേരം തണലത്ത് നിന്നിട്ട് പോവാന്ന് വിചാരിച്ചു. അത്രയ്ക്ക് വെയിലുണ്ടേ. ഓരോ സ്ഥലത്തും ഓരോ തുരങ്കങ്ങളും ഓരോ കുഴികളും. ഇതിന് ഓരോന്നിനും അതിൻ്റെതായ പർപ്പസ് കാണുമായിരിക്കും. ഇതൊരു കുഴിയാണോ എന്തോ കാണാൻ വയ്യ. അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി അധികം നേരം നിന്നാൽ നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും. കാരണം അത്രയ്ക്ക് ചൂടുണ്ട്, വെയിലും ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കണം, വിശക്കുന്നുണ്ട്. ഗോവയിൽ വരുന്ന ആൾക്കാർ അഗോഡ ഫോർട്ട് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം നല്ലൊരു പ്ലേസാണ്, കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ വാളിൽ കാണുന്നത് ഗോവയിലെ മെയിൻ ഡെസ്റ്റിനേഷൻസ്, ഗോവ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണേണ്ട മെയിൻ ഡെസ്റ്റിനേഷൻസാണ് ഈ ഒരു വാളിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ അഗോഡ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്നുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ലൈറ്റ് ഹൗസ് വരുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ അഗോഡ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പോവാണ്.
ഗൈസ് അഗോഡ ഫോണിൻ്റെ അടുത്താണ് ഈ ലൈറ്റ് ഹൗസ് വരുന്നത്. ഏകദേശം ഒരാൾക്ക് 25 രൂപ ചാർജാണ് വരുന്നത്. നമുക്ക് 2 പേർക്കും 50 രൂപ ആയി. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിടന്ന ലൈറ്റ് ഹൗസിന് അത്ര ഹൈറ്റ് ഒന്നും ഇല്ല, പക്ഷേ ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ നല്ലതാണെന്നാ പറഞ്ഞത്. എന്തായാലും കയറി നോക്കാം. ഗൈസ് ദോ ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ പോയ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ നിൽക്കുന്ന ലൈറ്റ് ഹൗസ് വരുന്നത്. അവിടെ നിന്ന് കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനേക്കാൾ 360 നല്ല വ്യൂ ഉണ്ട് ഇവിടെ. നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അഗോഡ ഫോർട്ട് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ കടലിൻ്റെ വ്യൂ ആയാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതിൻ്റെ മണ്ടിൽ നിന്ന്. അത് ആ സൈഡിൽ ഒരു ബീച്ചുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഗായ്സ് നല്ല ചൂടുണ്ട് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും ചൂടാണല്ലോ. ഗൈസ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ വന്നത് സിക്കേരിയം ഫോർട്ട് കാണാനാണ്. ഇവിടെ പാർക്കിംഗ് ഫീ മാത്രം കൊടുത്താൽ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഗൈസ് ചൂടായതുകൊണ്ട് നമ്മൾ ഓരോ തണ്ണിമത്തം വാങ്ങിച്ചു. കൊള്ളാവോ? സത്യം പറഞ്ഞാൽ ഈ ഒരു ചൂടത്ത് തണ്ണിമത്തം കഴിച്ചപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് സിക്കേരിയം ഫോർട്ട്. സിക്കേരിയം ഫോർട്ടിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് തന്നെ ഈ ഒരു ബീച്ചിന് അറിയപ്പെടുന്നത് സിക്കേരിയം ബീച്ച് എന്നാണ്. വൈകുന്നേരമൊക്കെ വന്ന് വൈബ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ്. കൊള്ളാല്ലേ? അപ്പം നമ്മൾ നേരത്തെ പോയെന്ന് പറഞ്ഞാൽ അവിടെയാണ്. അപ്പോൾ നമ്മൾ അതുവഴി ഇങ്ങനെ നടന്ന് ഇപ്പുറത്തൊരു സ്പോട്ടുണ്ട്, അവിടേക്ക് വന്നേക്കാണ്. ഇതാണ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ. ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ? ഒരു ബ്ലാക്ക് കളർ സത്യം പറഞ്ഞാൽ കടലിലോട്ട് ഇറങ്ങി കിടക്കുന്ന ഈ പാറയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഗൈസ് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോവാണ്. ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത്.